നമുക്കിന്ന് തഴുതാമ തോരൻ വെച്ചാലോ? അതിന് വേണ്ട സാധനങ്ങൾ കൊച്ചുള്ളി, ചക്കക്കുരു, തഴുതാമ, പിന്നെ നമ്മുടെ തോരന് വേണ്ട അരപ്പ് ഉണ്ടാക്കാനുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നമുക്ക് ചെറുതായിട്ട് തഴുതാമയുടെ ഇല അരിഞ്ഞ് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ചക്കക്കുരു അരിഞ്ഞത് നമ്മൾ അടുപ്പ് കത്തിച്ച് കടുക് വറുത്തതിന് ശേഷം നമ്മുടെ ചക്കക്കുരു അരിഞ്ഞതിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുക. അത് വെന്തതിന് ശേഷം വേണം നമുക്ക് തഴുതാമയും കൊച്ചുള്ളിയും അരിഞ്ഞത് ഇടാൻ. അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇടികല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ച് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നന്നായി ചിക്കി എടുത്താൽ തഴുതാമയുടെ തോരൻ വേഗം റെഡിയായി കഴിയും. തഴുതാമ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ധാരാളം ഔഷധ ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ തഴുതാമ മഴക്കാലത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ചക്കക്കുരുവും കൂടിയാകുമ്പോൾ ഇതിൻ്റെ ചെറിയ ചവർപ്പ് രുചി നമ്മൾ അറിയുകയേയില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ധാരാളം ചെറുസസ്യങ്ങൾ, ഔഷധ ഗുണങ്ങളുള്ളവയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കേണ്ടത് വളരെ നല്ലതാണ്. നമ്മുടെ തോരൻ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ടതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് ചിക്കി തോർത്തി എടുക്കണം. അതിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തി എടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു.